ഫ്രിഡ്ജ് കാലിയാക്കുന്ന ഭാഗമായിട്ട് ഇതേ നോക്കുമ്പോൾ ഇരിക്കുന്നു കുറച്ച് ബീഫും ബ്രൊക്കോളിയും മഷ്റൂമും ഒക്കെ. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ചൈന ഒരുപാട് വീഡിയോ കാണാറുണ്ട്. അപ്പോൾ ഞാനോടത്ത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ബീഫ് ഞാൻ മാക്സിമം എങ്ങനെ കനം കുറച്ച് അരിയാൻ പറ്റുമോ അതുപോലെ കനം കുറച്ച് അരിഞ്ഞ് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസും 1 ടേബിൾ സ്പൂൺ പെപ്പറും 1 മുട്ടയുടെ വെള്ളയും കുറച്ച് കോൺഫ്ലവറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു 1/4 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് മഷ്റൂമും ബ്രൊക്കോളിയും ഒന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ പുരട്ടി വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് കുറച്ച് എണ്ണ ഒഴിച്ചൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവർ വളരെ സ്പീഡിൽ ട്രെൻഡിങ് ചൈന എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷേ നമ്മൾ വളരെ സ്ലോ കുക്കിൽ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി വന്ന ബീഫിലേക്ക് നമ്മുടെ ബ്രൊക്കോളിയും മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് സോയ സോസും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൊള്ളാം കേട്ടോ നമ്മുടെ ട്രെൻഡിങ് ചൈന. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ മഷ്റൂമും ബീഫും അതുപോലെ ബ്രൊക്കോളിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു സൈഡ് ഡിഷായിട്ടും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്.